നെക്സ്റ്റ് ഇസ് എക്സ്ട്രീം പ്രോഗ്രാമിംഗ്. നമ്മുടെ അജൈൽ പ്രോസസ്സിൽ വരുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പ്രോസസ് മോഡൽ, അജൈലിൽ വരുന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ് മോഡലാണ് നമ്മുടെ എക്സ്ട്രീം പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എക്സ്ട്രീം പ്രോഗ്രാമിംഗ് എന്തിനാണ്. Extreme programming is the most widely used approach to agile software development. നമ്മൾ agile software ഡെവലപ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അജൈൽ എന്താ, അജൈലിൻ്റെ പ്രിൻസിപ്പൾസ് ഒക്കെ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അപ്പോൾ അജൈൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വൺ ഓഫ് ദി മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് മോഡലാണ് എന്ത്, എക്സ്ട്രീം പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു എക്സ്ട്രീം പ്രോഗ്രാമിങ്ങിൻ്റെ തന്നെ ഒരു വേരിയേഷനും കൂടി ഉണ്ട്. അതിന് നമ്മൾ ഇൻഡസ്ട്രിയൽ എക്സ്ട്രീം പ്രോഗ്രാമിംഗ് എന്നാണ് പറയുക കേട്ടോ. അപ്പം രണ്ട് ടൈപ്പാണ് വരുന്നത്. എക്സ്ട്രീം പ്രോഗ്രാമിംഗ് ആണ് ഏറ്റവും വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒന്ന്. അതിൻ്റെ ഒരു വേരിയേഷനായിട്ട് വരുന്നതാണ് ഇൻഡസ്ട്രിയൽ എക്സ്ട്രീം പ്രോഗ്രാമിംഗ്. നമുക്ക് ഫസ്റ്റ് വേർഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കാം. ദ എക്സ്ട്രീം പ്രോഗ്രാമിംഗ് പ്രോസസ്, എക്സ് പി എന്നാണ് ഞാൻ പറയുന്നത്, ഷോർട്ടായിട്ട് അങ്ങനെ തന്നെ പറയാം, എക്സ് പി പ്രോസസ്. The extreme programming uses an object-oriented approach as its preferred development paradigm and encompasses a set of rules and practices that occur within the context of four framework activities, that is planning, design, coding and testing. അപ്പോൾ ഈ എക്സ്ട്രീം പ്രോഗ്രാമിങ്ങിൽ അല്ലെങ്കിൽ എക്സ് പി പ്രോസസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് അപ്രോച്ചാണ് യൂസ് ചെയ്യുന്നത്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഈ ഒരു പ്രോസസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് അപ്രോച്ചാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ എ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് പ്രാക്ടീസസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഈ എക്സ്ട്രീം പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി 4 ആക്ടിവിറ്റീസ്. നമ്മൾ മറ്റേ 5 അല്ലേ കണ്ടേ, ഇവിടെ നമുക്ക് 4 ആക്ടിവിറ്റീസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. പ്ലാനിംഗ് എന്ന് പറഞ്ഞ ആക്ടിവിറ്റി, ഡിസൈൻ, കോഡിംഗ് ആൻഡ് ടെസ്റ്റിംഗ്, ഇങ്ങനെ 4 ആക്ടിവിറ്റീസാണ് നമുക്ക് ഈ ഒരു എക്സ്ട്രീം പ്രോസസ്സിൽ വരുന്നത്. നമുക്കതിൽ ഓരോന്നും എന്താ നോക്കാം. ദ ഫസ്റ്റ് ആക്ടിവിറ്റി ഈസ് ദി പ്ലാനിങ്. ഒരു മിനിറ്റ്, അതിൻ്റെ മുമ്പ് ഞാനൊരു ഫിഗർ കാണിച്ചു തരാം. ജസ്റ്റ് നിങ്ങളൊരു ഫിഗർ നോക്കി നോക്കൂ. ഇതാണ് ഒരു എക്സ്ട്രീം പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു സൈക്കിൾസ് വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ ആക്ടിവിറ്റീസ് വരുന്ന ഫിഗർ എന്ന് പറയുന്നത്. പ്ലാനിംഗ് എന്ന് പറയുന്ന ഒരു ഫേസ് ഉണ്ട്, അല്ലെങ്കിൽ പ്ലാനിംഗ് എന്ന് പറയുന്ന ആക്ടിവിറ്റി ഉണ്ട്. അവിടെ നമ്മൾ സ്റ്റോറീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുക. ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണെന്നുള്ളത്. യൂസർ സ്റ്റോറീസ്, അവിടെ വാല്യൂസ്, ആക്സെപ്റ്റൻസ് ടെസ്റ്റ് ക്രൈറ്റീരിയാസ് യൂസ് ചെയ്യും, ആൻഡ് ഐട്രേഷൻ പ്ലാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പ്രോസസ്സിൽ നടക്കുക. അത് ഓരോന്നും എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ഫേസ് ഇസ് ദ ഡിസൈൻ ഫേസ്. അവിടെ അതിൻ്റെ ഒരു ഔട്ട്പുട്ടായിട്ട് നമ്മൾ ഓരോ ഫേസസിനും ഒരു ഔട്ട്പുട്ടായിട്ടൊക്കെ വരാറുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള ഈ ഒരു ഡിസൈൻ ഫേസിന് ഒരു ഔട്ട്പുട്ടായിട്ട് വരുന്നതാണ് CRC കാർഡൊക്കെ കേട്ടോ. ഇവിടെ വരുന്നതാണ് സിമ്പിൾ ഡിസൈൻ, CRC കാർഡ്സ് ഉണ്ടാവും, സ്പൈക്ക് സൊല്യൂഷൻസ് ആൻഡ് പ്രോട്ടോടൈപ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസൈൻ ഫേസിൽ വരുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിസൈൻ കഴിഞ്ഞാൽ വരുന്നതാണ് കോഡിങ്. അവിടെ വരുന്നതാണ് പെയർ പ്രോഗ്രാമിംഗ്, അതുപോലെ തന്നെ കണ്ടിന്യൂസ് ഇൻറ്റഗ്രേഷനും. ലാസ്റ്റ് ഇസ് ദി ടെസ്റ്റ് ഫേസ്. അവിടെ വരുന്നതാണ് യൂണിറ്റ് ടെസ്റ്റിങ്ങും ആക്സെപ്റ്റൻസ് ടെസ്റ്റിങ്ങും. അങ്ങനെ ഈ 4 ആക്ടിവിറ്റീസും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായി ഒരു റിലീസ് അവിടെ വരും അല്ലേ. നമ്മൾ ഇതിലൊക്കെ പഠിച്ചിട്ടില്ലേ, ഇവല്യൂഷണറി അപ്രോച്ചിലൊക്കെ ഓരോ സെറ്റ് ആക്ടിവിറ്റി കഴിയുമ്പോൾ സ്പൈറലൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഓരോ പ്രാവശ്യം അതിനുള്ള മീൻസ് ഈ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഓരോ റിലീസ് വരും. ആ റിലീസ് വന്നു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് കാര്യങ്ങളും വേണം തോന്നുമ്പോൾ വീണ്ടും ഇതേ ആക്ടിവിറ്റീസ് ചെയ്യും, എഗെയിൻ നെക്സ്റ്റ് റിലീസ് വരും. ആ ഒരു രീതിയിലാണ് ചെയ്യുക. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഈ 4 ആക്ടിവിറ്റീസാണ് പെർഫോം ചെയ്യുക. ആൻഡ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദീസ് 4 ആക്ടിവിറ്റീസ് ഈ സോഫ്റ്റ്വെയറിൻ്റെ ഓരോ റിലീസസ് ആണ് നമുക്ക് ഇതിൻ്റെ റിസൾട്ടായിട്ട് വരിക. ഓക്കെ, അപ്പോൾ 4 ആക്ടിവിറ്റീസാണ് ഉള്ളത്. നമുക്ക് ഓരോ ആക്ടിവിറ്റി നോക്കാം. The first activity is the planning activity. The planning activity begins with listening. ആദ്യം നമുക്കറിയാലോ, ഫസ്റ്റ് നമ്മൾ അല്ലാണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് എന്താണ്, റിക്വയർമെൻറ്റ് ഗ്യാതറിങ് അല്ലേ. അപ്പം നമ്മളോട് ക്ലയൻറ്റ് പറയും എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, വാട്ട് ആർ ദേ റിക്വയർമെൻറ്റ്സ് ദേ റിക്വയർ, അല്ലെങ്കിൽ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ദേ നീഡഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആര് പറയും, ക്ലയൻറ്റ് പറയും. സോ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ പ്രോഗ്രാമർ എന്താ ചെയ്യുന്നത്, ഫസ്റ്റ് he or she have to listen അല്ലേ, whatever the user is telling. ആ യൂസർ എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, ലിസൺ ചെയ്യണം അല്ലേ. ഇതൊക്കെ കേൾക്കുകയാണ് ചെയ്യുക. അപ്പം അതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്. ദ ഫസ്റ്റ് അല്ലെങ്കിൽ ദ പ്ലാനിങ് ആക്ടിവിറ്റി ബിഗിൻസ് വിത്ത് ലിസണിങ്. ആൻഡ് ലിസണിങ് എന്ന് പറയുന്നത് എന്താ, ഇറ്റ് ഈസ് എ റിക്വയർമെൻറ്റ് ഗ്യാതറിങ് ആക്ടിവിറ്റി ദാറ്റ് എനേബിൾസ് ദ ടെക്നിക്കൽ മെമ്പേഴ്സ്
of the XP team to understand the business context for the software and to get a broad feel for required output and major features and functionalities. ഇങ്ങനെ ഈ യൂസറിൽ നിന്ന് നമ്മൾ റിക്വയർമെൻറ്റ്സ് എല്ലാം കേട്ട് കഴിയുമ്പോൾ നമ്മൾ ടെക്നിക്കൽ ടീമിന് ഒരു ചെറിയൊരു ഐഡിയ കിട്ടും അല്ലേ, എന്തിൻ്റെ സോഫ്റ്റ്വെയർ ആണ് ഉണ്ടാക്കേണ്ടത് ആൻഡ് വാട്ട് ആർ ദി ഫീച്ചേഴ്സ് അല്ലേ, ആ സോഫ്റ്റ്വെയറിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വേണം ആൻഡ് വാട്ട് ഷുഡ് ബി ദ ഔട്ട്പുട്ട്, അങ്ങനെയുള്ള അല്ലെങ്കിൽ വാട്ട് ഷുഡ് ബി ദ ഡിഫറെൻറ്റ് ഫങ്ഷണാലിറ്റീസ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു ബ്രോഡായിട്ട് ജസ്റ്റ് ക്ലിയർ കട്ടായിട്ട് നല്ലൊരു ബ്രോഡായിട്ടുള്ള ഒരു ഐഡിയ ആർക്ക് കിട്ടും, ടെക്നിക്കൽ ടീമിന് കിട്ടും അല്ലേ. അപ്പം അതാണ് ലിസണിങ് ഫേസിൽ നടക്കുന്നത്. ലിസണിങ് ഫേസിൽ ആക്ച്വലി അവിടെ എന്താ നടക്കുന്നത്, റിക്വയർമെൻറ്റ് ഗ്യാതറിംഗ് ആണ് നടക്കുക. ഓക്കെ, listening leads to the creation of a set of stories, also called user stories, that describe required output, features and functionalities for software to be built. അപ്പോൾ ഈ ലിസണിങ്ങിൻ്റെ റിസൾട്ടായിട്ട് അല്ലെങ്കിൽ ലിസണിങ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെ എവിടെയെങ്കിലും എഴുതി വെക്കണം അല്ലേ. പോയിൻറ്റ്സ് ആയിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ എഴുതി വെക്കണം, ജസ്റ്റ് ഹിയർ ചെയ്താൽ മാത്രം പോരാ. അപ്പോൾ അങ്ങനെ ഈ ഒരു ലിസണിങ്ങിൻ്റെ ഒരു ഔട്ട്കം, ലിസണിങ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സാധനമാണ് എന്ത്, സ്റ്റോറീസ്. വി ക്രിയേറ്റ് എ സെറ്റ് ഓഫ് സ്റ്റോറീസ്. ഈ സ്റ്റോറീസിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക, എന്തൊക്കെ ഔട്ട്പുട്ടാണ് വേണ്ടത് ആൻഡ് വാട്ട് ആർ ദ വേരിയസ് ഫീച്ചേഴ്സ് നീഡഡ്, വാട്ട് ആർ ദി വേരിയസ് ഫങ്ഷണാലിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്തിലുണ്ടാവുക, ഈ സ്റ്റോറീസിൽ ഉണ്ടാവും. ഓക്കെ, each story is written by the customer and is placed on an index card. അപ്പോൾ ഇങ്ങനെ സ്റ്റോറീസ് എഴുതും, ഓരോന്നും എന്തൊക്കെ വേണമെന്നുള്ളത് എഴുതും, എന്നിട്ട് അതൊരു ഇൻഡെക്സ് കാർഡ് ആക്കിയിട്ട് സെറ്റ് ചെയ്യാണ് ചെയ്യുക. ഇൻഡെക്സ് കാർഡായിട്ട് സെറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ കുറേ റിക്വയർമെൻറ്റ്സിൽ ചില റിക്വയർമെൻറ്റ്സ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, ചിലത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല. സോ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അതിനൊരു വാല്യൂ കൊടുക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റോറീസ് എഴുതിയിട്ട് നമ്മളിങ്ങനെ ഇൻഡെക്സ് കാർഡായിട്ട് പ്ലേസ് ചെയ്യുന്നത്. സോ നോക്കാം, ഈ സ്റ്റോറി ഇസ് Okay, each story is written by the customer and is placed on an index card. The customer assigns a value to the story based on the overall business value of the feature or function. എന്നിട്ട് കസ്റ്റമേഴ്സ് എന്താ ചെയ്യുക, ഈ സ്റ്റോറീസിന് ഒരു വാല്യൂ അസൈൻ ചെയ്യും. വാല്യൂ മീൻസ് പ്രയോറിറ്റി. ഏത് റിക്വയർമെൻറ്റിനാണ് ഹൈ പ്രയോറിറ്റി വേണ്ടത്, ഏതിനാണ് ലോ പ്രയോറിറ്റി എന്നുള്ള ബേസ് ചെയ്തിട്ട് അതിനൊരു വാല്യൂ അസൈൻ ചെയ്യും. After that, എന്താ ചെയ്യുന്നത്, the members of the XP team then assess each story and assign a cost measured in development weeks to it. അപ്പം ഇത് എന്താ വാല്യൂവും കാര്യങ്ങളൊക്കെ കസ്റ്റമർ തന്നു അല്ലേ, ഒരു സ്റ്റോറി ഉണ്ടാക്കി ആ സ്റ്റോറീസിന് വാല്യൂസ് ഒക്കെ അസൈൻ ചെയ്തു. ഇനി നമ്മൾ ഡെവലപ്മെൻറ്റ് ടീമിലുള്ള ആൾക്കാർ എന്താ ചെയ്യുന്നത്, ഈ ഓരോ സ്റ്റോറീസും അസസ് ചെയ്യും. എന്തൊക്കെയാണ് സ്റ്റോറീസ് അസസ് ചെയ്യുക, ആ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഫങ്ഷണാലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് അസസ് ചെയ്യും. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഓരോ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ ഓരോ ഫങ്ഷനാലിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ടൈം വേണം, ആ ടൈമിനനുസരിച്ച് എന്തും മാറും, കോസ്റ്റും ഡിപ്പെൻഡ് ചെയ്യും അല്ലേ. എത്ര ടൈം വേണ്ടി വരും അല്ലെങ്കിൽ എത്ര കോസ്റ്റ് ആവും എന്നുള്ളത് ഈ ഒരു നമ്മുടെ XP ടീമിലുള്ള മെമ്പേഴ്സ് അതിനെ അനലൈസ് ചെയ്യും. ഓക്കെ, അനലൈസ് ചെയ്യുക മാത്രമല്ല, അനലൈസ് ചെയ്തിട്ട് ഈ ഓരോ സ്റ്റോറിക്കും എത്ര കോസ്റ്റ് ആവും എന്നുള്ളത് അസൈൻ ചെയ്യും. ഓക്കെ, and if the story is estimated to require more than 3 development weeks, the customer is asked to split the story into smaller stories and the assignment of value and cost occurs again. അപ്പോൾ ഇങ്ങനെ കുറേ സ്റ്റോറീസ് ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ കസ്റ്റമേഴ്സ്. എന്നിട്ട് ഈ സ്റ്റോറീസിൽ നമ്മളിവർ അസസ് ചെയ്യല്ലോ എത്ര ടൈം എടുക്കും എന്നുള്ളതൊക്കെ ആരാ, മെമ്പേഴ്സ്. അപ്പോൾ ഈ മെമ്പേഴ്സ് ഇങ്ങനെ അത് അസസ് ചെയ്യുമ്പം അതിൻ്റെ ടൈം എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക 3 വീക്സിനേക്കാളും കൂടുതലാണെങ്കിൽ ഈ മെമ്പേഴ്സ് എന്താ പറയുക, കസ്റ്റമേഴ്സിനോട് ആ സ്റ്റോറീസ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പറയും. ഓക്കെ, 3 വീക്സിൽ കൂടുതലാണെങ്കിൽ ആ സ്റ്റോറീസിനെ വീണ്ടും എന്ത് ചെയ്യാൻ പറയും, സ്പ്ലിറ്റ് ചെയ്യാൻ പറയും. സോ ഈ കസ്റ്റമേഴ്സ് എന്താ ചെയ്യുക, സ്റ്റോറീസിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതും. സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, അതിന് വാല്യൂ അസൈൻ ചെയ്യും. അഗെയിൻ അതിൻ്റെ കോസ്റ്റ് എന്താണെന്നുള്ളതും കൂടി അസൈൻ ചെയ്യും. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ദാറ്റ് ന്യൂ സ്റ്റോറീസ് ക്യാൻ ബി റിട്ടൺ അറ്റ് എനി ടൈം. ഇപ്പോൾ ഈ ഒരു പ്രോസസ് മോഡലിലുള്ള സ്പെഷ്യാലിറ്റി എന്താണ്,
നമുക്ക് എപ്പോൾ വേണമെങ്കിലും പുതിയ സ്റ്റോറീസ് റൈറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഒരു പ്രാവശ്യം എഴുതിയാൽ പിന്നെ മാറ്റാൻ പറ്റില്ല, അങ്ങനെയൊന്നുമില്ല. നമുക്ക് എത്ര സ്റ്റോറീസ് വേണമെങ്കിലും നമുക്കിതിലേക്ക് റൈറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ? Then, customers and developers work together to decide how to group stories into the next release to be developed by the XP team. നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എജൈൽ ഡെവലപ്മെൻറ്റിൽ വേറെ ആയിട്ടല്ല, കസ്റ്റമേഴ്സും ഡെവലപ്മെൻറ്റ് ടീമൊക്കെ ഒരുമിച്ച് ഇരുന്നിട്ടാണ് നമ്മൾ പ്രോസസ്സ്, സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ ഹിയർ നമ്മൾ കസ്റ്റമേഴ്സും ഡെവലപ്പേഴ്സും കൂടി ഒരുമിച്ച് ഇരുന്ന് എങ്ങനെയാണ് ഈ സ്റ്റോറീസിനൊക്കെ ഗ്രൂപ്പ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിൻ്റെ എങ്ങനെ ഗ്രൂപ്പ് ചെയ്തിട്ട് എങ്ങനെയാണ് റിലീസ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യും. Okay, and once a basic commitment is made for a release, the XP team orders the stories that will be developed in one of 3 ways. അപ്പം ഒരിക്കൽ നമ്മളിതൊക്കെ ഇവർ രണ്ടാളും കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് എന്തൊക്കെ വേണം, ഫസ്റ്റ് റിലീസിൽ എന്തൊക്കെയാണ് വേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് അതൊക്കെ ആയിക്കഴിഞ്ഞ് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കും. എന്നിട്ട് എന്താണ്, നമ്മൾ ഈ ഒരു XP ടീം ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. എങ്ങനെയാണ്? ഓൾ സ്റ്റോറീസ് വിൽ ബി ഇംപ്ലിമെൻറ്റഡ് ഇമ്മീഡിയറ്റ്ലി. ഒന്നെങ്കിൽ എന്താ ചെയ്യുന്നത്, എല്ലാ സ്റ്റോറീസും കുറേ സ്റ്റോറീസ് ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ ഒരുമിച്ച് എന്ത് ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതാണ് ഫസ്റ്റ് മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്താ, ദ സ്റ്റോറീസ് വിത്ത് ഹയസ്റ്റ് വാല്യൂ വിൽ ബി മൂവ്ഡ് അപ്പ് ഇൻ ദ ഷെഡ്യൂൾ ആൻഡ് ഇംപ്ലിമെൻറ്റഡ് ഫസ്റ്റ്. നമുക്ക് കുറേ സ്റ്റോറീസ് നമ്മൾ പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടല്ലോ, അതിന് ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ളതിനൊക്കെ ആദ്യം ഇംപ്ലിമെൻറ്റ് ചെയ്യും. അതാണ് രണ്ടാമത്തെ മെത്തേഡ്. ആൻഡ് തേർഡ് മെത്തേഡ് ഇസ് the riskiest stories will be moved up in the schedule and implement first. തേർഡ് മെത്തേഡ് എന്താ, ഈ തന്നിട്ടുള്ള സ്റ്റോറീസിൽ ഏതൊക്കെ സ്റ്റോറീസ് ആണോ ഏറ്റവും റിസ്ക് ആയിട്ടുള്ളത് അതിനാദ്യം ഇംപ്ലിമെൻ്റ് ചെയ്യും. അപ്പോൾ സ്റ്റോറീസ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ഈ ഒരു 3 രീതിയിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നത് ഈ ഒരു 3 രീതിയിലായിരിക്കും. ഐദർ എല്ലാ സ്റ്റോറീസും ഒരുമിച്ച് ഇംപ്ലിമെൻ്റ് ചെയ്യും. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് പ്രയോറിറ്റി ബേസ് ചെയ്തിട്ട് ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള സ്റ്റോറീസ് ആയിരിക്കും ഫസ്റ്റ് റിലീസിൽ വരിക. ആൻഡ് തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് റിസ്കിയസ്റ്റ് സ്റ്റോറീസ് ആയിരിക്കും ഫസ്റ്റ് റിലീസിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇങ്ങനെ ഈ 3 മെത്തേഡ്സ് വെച്ചിട്ടാണ് ഈ ഡെവലപ്മെൻറ്റ് ടീം ഈ സ്റ്റോറീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ after the first project release has been delivered, the XP team computes project velocity. അങ്ങനെ നമ്മൾ ഫസ്റ്റ് റിലീസ് ഇറക്കിയില്ലേ, അങ്ങനെ ഫസ്റ്റ് റിലീസ് ആയിക്കഴിഞ്ഞാൽ ഈ XP ടീം എന്താ കണ്ടുപിടിക്കുക, അതിൻ്റെ പ്രോജക്റ്റ് വെലോസിറ്റി കണ്ടുപിടിക്കും. ആൻഡ് പ്രോജക്റ്റ് വെലോസിറ്റി എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് കസ്റ്റമർ സ്റ്റോറീസ് ഇംപ്ലിമെൻറ്റഡ് ഡ്യൂറിങ് ദി ഫസ്റ്റ് റിലീസ്. നമ്മൾ കുറേ സ്റ്റോറീസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിൽ ചില കേസിൽ എല്ലാ സ്റ്റോറീസും ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നില്ല അല്ലേ, കുറച്ച് സ്റ്റോറീസ് ആയിരിക്കും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഓരോ റിലീസിൻ്റെയും പ്രോജക്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ഓരോ റിലീസിലും എത്ര സ്റ്റോറീസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് എന്ത്, പ്രോജക്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായല്ലോ? സോ ഹൗ മെനി സ്റ്റോറീസ് ആർ ഇംപ്ലിമെൻറ്റഡ് ഡ്യൂറിങ് ഈച്ച് റിലീസ്, അതിനാണ് നമ്മൾ പ്രോജക്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇവരെന്താ കണ്ടുപിടിക്കുക, ഈ പ്രോജക്റ്റ് വെലോസിറ്റിയും കണ്ടുപിടിക്കും. ദെൻ ആഫ്റ്റർ ദാറ്റ് എന്താ ചെയ്യുന്നത്, ദ പ്രോജക്റ്റ് വെലോസിറ്റി ക്യാൻ ദെൻ ബി യൂസ് ടു ഹെൽപ്പ് എസ്റ്റിമേറ്റ് ഡെലിവറി ഡേറ്റ്സ് ആൻഡ് ഷെഡ്യൂൾ ഫോർ സബ്സീക്വൻറ്റ് റിലീസ്. ഈ പ്രോജക്റ്റ് വെലോസിറ്റി വെച്ചിട്ട് ഒരു കാര്യം കൂടി കണ്ടുപിടിക്കുക. എന്ത് കണ്ടുപിടിക്കുക, അതായത് എത്ര സ്റ്റോറീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടോ നമുക്കറിയാം അത്രയും ടൈം വേണ്ടി വരുന്നു അല്ലേ. ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് സ്റ്റോറീസ് നമുക്ക് എത്ര ടൈം ആവശ്യമുണ്ട് എന്നുള്ളത് അതിന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം അത് വെച്ചിട്ട് നമുക്ക് എപ്പോൾ റിലീസ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പ്രോജക്റ്റ് വെലോസിറ്റി വെച്ചിട്ട് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ആൻഡ് സെക്കൻഡ് വൺ, ഡിറ്റർമൈൻ വെദർ ആൻ ഓവർ commitment has been made for all stories across the entire development project. നമ്മൾ ഓവർ കമ്മിറ്റ്മെൻറ്റ് കൊടുത്തു പോയിട്ടുണ്ടോ, ആ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിൽ അധികം കൊടുത്തു പോയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും, പ്രോജക്റ്റ് വെലോസിറ്റി വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇത്ര മതി തോന്നുന്നു. ആൻഡ് ഇതാണ് നമ്മുടെ പ്ലാനിങ് ഫേസ്. ഇപ്പം പ്ലാനിങ് ഫേസിൽ ആദ്യം എന്താ ചെയ്യുന്നത്, കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് ഒക്കെ ലിസൺ ചെയ്യും. ആൻഡ് വൺസ് അതൊക്കെ ലിസൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോറീസ് ഉണ്ടാക്കും. സ്റ്റോറീസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനൊക്കെ നമ്മൾ വാല്യൂ കൊടുക്കും, വാല്യൂ ഓർ പ്രയോറിറ്റി അല്ലേ, പ്രയോറിറ്റി അസൈൻ ചെയ്യും. അത് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്, അതിന് ഓരോ സ്റ്റോറീസിനും വേണ്ട കോസ്റ്റ് എന്തൊക്കെയാണെന്നുള്ള അസൈൻ ചെയ്യും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് എന്താ ചെയ്യുന്നത്, ഈ സ്റ്റോറീസിനെ അല്ലെങ്കിൽ ഉള്ള സ്റ്റോറീസിനെ ബേസ് ചെയ്തിട്ട് ഈ ടീം എന്താ ചെയ്യുന്നത്, നമ്മുടെ പ്രോജക്റ്റ്
പ്രോജക്റ്റ് ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും അല്ലേ. ഈ ഡെവലപ്മെൻറ്റ് നമുക്ക് 3 തരത്തിൽ ചെയ്യാമെന്ന് പറഞ്ഞു. ഐദർ വി ക്യാൻ യൂസ് ദി എൻറ്റയർ സ്റ്റോറീസ് ഫോർ ഡെവലപ്മെൻറ്റ്, എല്ലാ സ്റ്റോറീസും എടുക്കും. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഹയസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കും ഫസ്റ്റ് ഡെവലപ്പ് ചെയ്യുക. ആൻഡ് തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് റിസ്കിയസ്റ്റ് പ്രോജക്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ റിസ്കിയസ്റ്റ് സ്റ്റോറീസ് ആയിരിക്കും ഫസ്റ്റ് റിലീസ് ചെയ്യുക. ആൻഡ് വൺസ് ഒരു റിലീസ് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്, ഈ ടീം എന്താ ചെയ്യുന്നത്, ആ പ്രോജക്റ്റിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കും. ആൻഡ് ദ വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി മെഷർ ഓഫ് ദ നമ്പർ ഓഫ് സ്റ്റോറീസ് അല്ലേ. എത്ര സ്റ്റോറീസാണ് നമ്മൾ അതിൽ യൂസ് ചെയ്തിട്ടുള്ളതെന്നാണ് project velocity, and based on the project velocity we can calculate the delivery date. നമുക്ക് ഡെലിവറി ഡേറ്റ് ഒക്കെ ഇത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ XP പ്രോഗ്രാമിങ്ങിൽ വരുന്ന എന്ത് പ്ലാനിംഗ് എന്ന് പറയുന്ന ആക്ടിവിറ്റി. ക്ലിയർ ആയല്ലോ? Okay, once planning is completed we move on to the next activity, that is the design. Okay, XP design rigorously follow the KIS principle. KIS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇറ്റ് ഈസ് കീപ്പ് ഇറ്റ് സിമ്പിൾ അല്ലേ. KIS എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കീപ്പ് ഇറ്റ് സിമ്പിൾ പ്രിൻസിപ്പിൾ, അതായത് ഏറ്റവും സിമ്പിളായിട്ട് തന്നെ കീപ്പ് ചെയ്യാം നമ്മളെ ഡെവലപ്മെൻറ്റും ഡിസൈനൊക്കെ, അതാണ് KIS. അപ്പം ഡിസൈൻ ഫേസിൽ എന്താണ് XP ഡിസൈൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ XP പ്രോസസ്സിൻ്റെ ഡിസൈൻ ഫേസ് എപ്പോഴും സിമ്പിളായിട്ട് ചെയ്യാനാണ് നോക്കുക. Okay, a simple design is always preferred over a more complex representation, and ഇവിടെ എപ്പോഴും ഒരു സിമ്പിൾ ഡിസൈൻ ആണ് ഓപ്റ്റ് ചെയ്യുന്നത്. In addition, the design provides implementation guidance for a story as it is written, nothing less, nothing more. അപ്പോൾ എന്താ ചെയ്യുന്നത്, ഇവിടുത്തെ ഡിസൈൻ എന്താ ചെയ്യുന്നത്, എന്താണോ സ്റ്റോറിയിലുള്ളത് അത് മാത്രമാണ് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുള്ളൂ, അതിൽ കുറയുകയില്ല, അതിൽ കൂടുകയില്ല. ഓക്കെ, സോ ഒരു ഡിസൈൻ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ദി സ്റ്റോറീസ്. ആ സ്റ്റോറീസിൽ എന്തൊക്കെയാണോ ഉള്ളത് അത് വെച്ചിട്ട് മാത്രമാണ് ഡിസൈൻ ചെയ്യുക, അതിൽ ഒന്നും കൂട്ടുകയില്ല, അതിലൊന്നും കുറയ്ക്കുകയില്ല. ഓക്കെ, പറഞ്ഞു ദ ഡിസൈൻ ഓഫ് എക്സ്ട്രാ ഫങ്ഷനാലിറ്റി ഈസ് ഡിസ്കറേജ്ഡ്. ഓക്കെ, അതിൽ ക്ലിയർ ആയില്ലേ. അപ്പം എക്സ്ട്രാ ഫങ്ഷനാലിറ്റി വരികയാണെങ്കിൽ അതൊന്നും എൻകറേജ് ആക്കുക, ഡിസ്കറേജ് ചെയ്യും. ഓൾസോ XP എൻകറേജസ് ദ യൂസ് ഓഫ് CRC കാർഡ്. CRC പറയുന്ന ഫുൾ ഫോം ഉണ്ട്, ക്ലാസ് റെസ്പോൺസിബിലിറ്റി കൊളാബറേറ്റർ. എന്താന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പം XPയിൽ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, XP പ്രോഗ്രാമിങ്ങിൽ CRC കാർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ആൻ എഫക്റ്റീവ് മെക്കാനിസം ഫോർ തിങ്കിങ് അബൌട്ട് ദ സോഫ്റ്റ്വെയർ ഇൻ ആൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോണ്ടെക്സ്റ്റ്. ഇവിടെ നമ്മൾ ആദ്യം തന്നെ പറയുന്നു XP അപ്രോച്ച് എന്ന് പറയുക, അല്ലെങ്കിൽ XP പ്രോസസ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് അപ്രോച്ച് ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിനൊരു എഫക്റ്റീവ് മെക്കാനിസം ആയിട്ടാണ് നമ്മൾ CRC കാർഡ്സ് യൂസ് ചെയ്യുന്നത്. CRC പറഞ്ഞാൽ ക്ലാസ് റെസ്പോൺസിബിലിറ്റി കൊളാബറേറ്റർ ആണ്. ആൻഡ് ഇറ്റ് ഐഡൻറ്റിഫൈസ് ആൻഡ് ഓർഗനൈസസ് ദി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ക്ലാസസ് ദാറ്റ് ആർ റെലവൻറ്റ് ടു ദി കറണ്ട് സോഫ്റ്റ്വെയർ ഇൻക്രിമെൻറ്റ്. ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ റിലീസിന് എന്തൊക്കെ ഒബ്ജക്ട്സ് ആവശ്യമായിട്ടുണ്ട്, എന്തൊക്കെ ക്ലാസ്സസ് ആണ് വേണ്ടത്, ക്ലാസ്സസ് ആണ് ഒബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് അല്ലേ. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ക്ലാസ്സസ് ദാറ്റ് ആർ നീഡഡ് ഫോർ എ റിലീസ്, അതാണ് എന്തിലുള്ള CRC കാർഡ്. അതിൽ തന്നെ ക്ലാസ് റെസ്പോൺസിബിലിറ്റി കൊളാബറേറ്റർ. ഓരോ ക്ലാസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഓരോ ഫങ്ഷനാലിറ്റിക്ക് എന്തൊക്കെ ക്ലാസ്സസ് ആണ് വേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു CRC കാർഡ്സിൽ ഉണ്ടാവുക. ഓക്കെ, the XP team conducts the design exercise using a process similar to one described in chapter 10. നമുക്ക് പറഞ്ഞാൽ നമ്മൾ നോർമലി സാധാരണ ചെയ്യുന്ന പോലെ തന്നെയുള്ള ഡിസൈൻ പ്രിൻസിപ്പിൾ തന്നെയാണ് എന്തിന് യൂസ് ചെയ്യുന്നത്, XP പ്രോഗ്രാമിങ്ങിലും യൂസ് ചെയ്യുന്നത്. The CRC cards are the only design work product produced as part of the XP process. And ഇതിൻ്റെ ഈ ഒരു ഡിസൈൻ ഫേസിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന ഒരേ ഒരു സാധനമാണ് എന്ത്, CRC കാർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ if a difficult design problem is encountered as part of the design of a story, XP recommends the immediate creation of an operational prototype of that portion of the design. ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ കുറേ സ്റ്റോറീസ് ഉണ്ടല്ലോ അല്ലേ, അപ്പോൾ ഈ സ്റ്റോറീസിൽ എന്തെങ്കിലും ഒന്ന് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മളെ ഡെവലപ്മെൻറ്റ് ടീം എന്താ പറയുക, ആ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പോർഷൻ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഓപ്പറേഷണൽ മോഡൽ അല്ലെങ്കിൽ ഒരു പ്രോട്ടോടൈപ്പ് എത്രയും പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറയും.
മനസ്സിലായോ? അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റോറി ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് വരുന്നുണ്ടെങ്കിൽ XP ടീം എന്താ റെക്കമെൻഡ് ചെയ്യുന്നത്? ക്രിയേഷൻ ഓഫ് എ പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ ക്രിയേഷൻ ഓഫ് എ മോഡൽ. ആ സ്റ്റോറീൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്രിയേഷൻ ഓഫ് എ മോഡലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് എ സ്പൈക്ക് സൊല്യൂഷൻ. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു മോഡലിനെ പറയുന്ന പേരാണ് സ്പൈക്ക് സൊല്യൂഷൻ എന്ന് പറയും. ഓക്കെ, ദ ഡിസൈൻ പ്രോട്ടോടൈപ്പ് ഇസ് ഇംപ്ലിമെൻറ്റഡ് ആൻഡ് ഇവാലുവേറ്റഡ്. എന്നിട്ട് എന്താണ് ഈ ഒരു ഡെവലപ്പ് ചെയ്ത പ്രോട്ടോടൈപ്പ് ഇല്ലേ, നമ്മൾ ആ ഡിഫിക്കൽട്ടായിട്ട് സാധനത്തിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കും, അത് നമുക്ക് സ്പൈക്ക് സൊല്യൂഷൻ എന്ന് പറയാം. ഈ സ്പൈക്ക് സൊല്യൂഷൻ എന്താണ്, ഇതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യും, അതിനെ ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യും. അത് കറക്റ്റായിട്ടാണോ എന്നുള്ളതൊക്കെ ഇവാലുവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് കുറയ്ക്കുക എന്നുള്ളതാണ്. കാരണം ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സംഭവമാണല്ലോ. അപ്പോൾ അത് നമ്മളിപ്പോൾ ഒന്നും ചെയ്യേണ്ട, ലാസ്റ്റിലേക്ക് വെക്കുമ്പം അതെന്താണ് അവിടെ എറേഴ്സോ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്, അല്ലെങ്കിൽ റിസ്ക് കൂടുതലാണ് അല്ലേ. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഡിഫിക്കൽട്ടായിട്ടുള്ള സ്റ്റോറീനെ അപ്പം തന്നെ ജസ്റ്റ് ഒരു അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ, മോഡൽ ഉണ്ടാക്കുക ഇത് മാത്രം, ബാക്കിയൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും അതിനെ മാത്രം ഒരു മോഡൽ ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ ഇവാലുവേറ്റ് ചെയ്യുക, അത് കറക്റ്റാണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്തായി, അവിടെ റിസ്ക് ഉണ്ടാവാനുള്ള ചാൻസ് കുറവായിരിക്കും അല്ലേ. കാരണം ബാക്കിയായിട്ട് നമ്മൾ ഇതാക്കണില്ലല്ലോ, ഇത് മാത്രം ജസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. അതാ പറയുന്നത് ദ ഇൻറ്റൻറ്റ് ഈസ് ടു ലോവർ റിസ്ക് when true implementation starts and to validate the original estimates for the story containing design problem. അപ്പോൾ ഇതിന് ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, എന്താണ്, റിസ്ക് കുറയ്ക്കുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, അതുപോലെ തന്നെ XP പ്രോഗ്രാമിൽ നമ്മൾ XP പ്രോഗ്രാം എൻകറേജ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് റീഫാക്ടറിംഗ് എന്ന് പറയുന്ന ഒരു മെക്കാനിസം. റീഫാക്ടറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിൻ്റെ ഡെഫിനേഷൻ ഇവിടെ തന്നെ ഉണ്ട്. റീഫാക്ടറിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് ചേഞ്ചിങ് എ സോഫ്റ്റ്വെയർ സിസ്റ്റം ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് ഓൾട്ടർ ദി എക്സ്റ്റേണൽ ബിഹേവിയർ ഓഫ് ദ കോഡ് യെറ്റ് ഇംപ്രൂവ്സ് ദ ഇൻറ്റേർണൽ സ്ട്രക്ചർ. റീഫാക്ടറിംഗ് മാറ്റം, എന്തോ ചേഞ്ച് ചെയ്യാന്നല്ലേ. അപ്പോൾ റീഫാക്ടറിങ്ങിൽ എന്താ ചെയ്യുന്നത്, നമ്മളെ എക്സ്റ്റേണൽ ബിഹേവിയറിനൊന്നും ഒരു ചേഞ്ചും വരുത്താണ്ട് ഇൻറ്റേർണൽ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക, അതിനാണ് നമ്മൾ റീഫാക്ടറിങ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്റ്റേണലി ഒരു ചേഞ്ചും വരില്ല, ആസ് സച്ച് ആയിരിക്കും, പക്ഷേ ഇൻറ്റേർണലി നമുക്ക് എന്തെങ്കിലും ഇൻറ്റേർണൽ സ്ട്രക്ചർ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ റീഫാക്ടറിങ് എന്ന് പറയുന്നത്. അപ്പോൾ XP പ്രോസസ്സ് ഈ റീഫാക്ടറിങ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കും കൂടി എൻകറേജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ വരുന്ന ഡിസൈൻ കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് പറഞ്ഞൊരു ആക്ടിവിറ്റിയാണ് നമ്മുടെ കോഡിംഗ് എന്ന് പറയുന്ന ആക്ടിവിറ്റി. So, after stories are developed and preliminary design work is done, the team does not move to code but rather develops a series of unit tests that will exercise each of the stories that is to be included in the current release. അപ്പോൾ എന്താ, നമ്മൾ സ്റ്റോറി ഉണ്ടാക്കി, നമ്മൾ ഡിസൈൻ്റെ വർക്ക് കഴിഞ്ഞു. നോർമലി നെക്സ്റ്റ് എന്താ പോകേണ്ടത്, നമ്മുടെ കോഡിംഗ് ഫേസ്, കോഡ് പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങണ്ടേ അല്ലേ. അപ്പോൾ ഇവരെന്താ ഈ ഒരു XP പ്രോസസ്സിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇതിൻ്റെ ടീം ഡയറക്റ്റ് കോഡ് റൈറ്റ് ചെയ്യാൻ തുടങ്ങില്ല. പകരം എന്താ ചെയ്യുന്നത്, ഫസ്റ്റ് കുറച്ച് യൂണിറ്റ് ടെസ്റ്റുകൾ പെർഫോം ചെയ്യും. ഈ കുറേ സ്റ്റോറീസ് ഉണ്ടല്ലോ, ഈ സ്റ്റോറീസിൻ്റെ മുകളിൽ യൂണിറ്റ് ടെസ്റ്റുകൾ ഓരോന്ന് ടെസ്റ്റ് ചെയ്യും. ഓരോ സ്റ്റോറി ബൈ സ്റ്റോറി ആയിട്ട് ടെസ്റ്റ് ചെയ്യും. എന്നിട്ട് എന്താണ്, എന്തൊക്കെ സ്റ്റോറീസാണ് നമ്മുടെ കറണ്ട് റിലീസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നുള്ളത് ചെക്ക് ചെയ്യും. അത് ചെക്ക് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ അവിടെ യൂണിറ്റ് ടെസ്റ്റിംഗ് നടത്തിയതിന് ശേഷം മാത്രമാണ് അത് കോഡിംഗ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. Okay. Once the unit test has been created, the developer is better able to focus on what must be implemented to pass the ടെസ്റ്റ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിങ്ങനെ ടെസ്റ്റ് ചെയ്തു, ഈ പ്രോഗ്രാമേഴ്സ് ടെസ്റ്റ് ചെയ്യാണ് എന്തൊക്കെ വേണം ഏതൊക്കെ വേണം. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് ഈ ഡെവലപ്മെൻറ്റ് ടീമിന് ഫോക്കസ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കുറച്ചും കൂടി ഇവർക്ക് ഇത് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഓക്കെ, once the code is complete, it can be unit tested immediately, thereby providing instantaneous feedbacks to the developers. അങ്ങനെ ഇതൊക്കെ ടെസ്റ്റ് ചെയ്തു, ഇവർ കോഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും എന്താ ചെയ്യുന്നത്, നമ്മൾ ഈ ഫീഡ്ബാക്ക്, അതായത് ഇവർക്ക് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കും. ഓരോന്ന് ഉണ്ടാക്കുന്നതിനെ ബേസ് ചെയ്തിട്ട്, ഓരോ സ്റ്റോറീസ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട് ഇത് യൂണിറ്റ് ടെസ്റ്റ് ചെയ്യും അല്ലേ. ഓരോന്നായിട്ട് ടെസ്റ്റ് ചെയ്യും.
ടെസ്റ്റ് ചെയ്തിട്ട് ഈ ഡെവലപ്പേഴ്സിൽ നിന്ന് അപ്പം തന്നെ അതിൻ്റെ ഫീഡ്ബാക്ക് എടുക്കുകയും ചെയ്യും. ഓരോ യൂണിറ്റും കറക്റ്റാണോ, അതിൽ അവർ പറയുന്ന റിക്വയർമെൻറ്റ്സ് ഉണ്ടോ, ഫീച്ചേഴ്സൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അതിൻ്റെ ഫീഡ്ബാക്ക് ഈ ഡെവലപ്പേഴ്സിൽ നിന്ന് അപ്പം തന്നെ കളക്ട് ചെയ്യുകയും ചെയ്യും. യൂണിറ്റ് ബൈ യൂണിറ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റോറി ബൈ സ്റ്റോറി ആയിട്ട് ഓരോന്നും ചെയ്യും. ആൻഡ് എ key concept during the coding activity is pair programming. ഈ കോഡിംഗ് ആക്ടിവിറ്റിയിൽ വരുന്ന ഒരു നമ്മൾ നേരത്തെ ഫിഗർ കണ്ടപ്പോൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, പെയർ പ്രോഗ്രാമിംഗ്. ഒരു മെയിൻ ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് പെയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ. പെയർ പ്രോഗ്രാമിംഗ് എന്ന് അതിൽ തന്നെ ഉണ്ട് അല്ലേ. എന്താ ചെയ്യുന്നത്, മോർ ദാൻ വൺ അല്ലേ, രണ്ടാൾക്കാർ വെച്ചിട്ട് പ്രോഗ്രാം ചെയ്യാം. സോ XP recommends that 2 people work together at one computer workstation to create കോഡ് ഫോർ എ സ്റ്റോറി. അപ്പോൾ ഇതിൽ ഈ ഒരു പെയർ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ XP പ്രോഗ്രാമിൽ പ്രൊമോട്ട് ചെയ്യുന്ന സംഭവമാണ് പെയർ പ്രോഗ്രാമിംഗ്. പെയർ പ്രോഗ്രാമിങ്ങിൽ എന്താ ചെയ്യുന്നത്, ഒരു സിംഗിൾ ആളല്ല, 2 പേര് ഒരുമിച്ചാണ് ഒരു സ്റ്റോറി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 2 പേര് ഒരുമിച്ച് ഇരുന്നിട്ടാണ് കോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ XP പ്രോഗ്രാമിൽ ഒരു ഇംപ്ലിമെൻ്റ് അല്ലെങ്കിൽ അതിൽ എൻകറേജ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് പെയർ പ്രോഗ്രാമിംഗ്. ആൻഡ് ദിസ് പ്രൊവൈഡ്സ് എ മെക്കാനിസം ഫോർ റിയൽ ടൈം പ്രോബ്ലം സോൾവിങ് ആൻഡ് റിയൽ ടൈം ക്വാളിറ്റി അഷുറൻസ്. ഇങ്ങനെയാകുമ്പോൾ അത് ശരിയല്ലേ, പ്രോബ്ലം സോൾവ് ചെയ്യാനും ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കോഡ് ചെയ്യുമ്പോൾ ഒരാൾ ഒറ്റയ്ക്ക്, നിങ്ങൾക്ക് തന്നെ അത് അതിൻ്റെ ഒരു എക്സാമ്പിൾ അറിയുണ്ടാവും അല്ലേ, ലാബിലൊക്കെ ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് ഇന്നാൽ മിക്കവാറും ഔട്ട്പുട്ട് കിട്ടില്ല, 2 ആൾ കൂടി ഇരുന്നാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും അല്ലേ. അതുപോലെ എറേഴ്സ് ആകുമ്പോൾ തമ്മിൽ മനസ്സിലാക്കാനും അത് പെട്ടെന്ന് സോൾവ് ചെയ്യാനൊക്കെ പോസിബിൾ ആയിരിക്കും. അപ്പോൾ അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്, അത് ഇമ്പ്രൂവ് ചെയ്യാനും എറേഴ്സൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനും, എറേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനും ക്വാളിറ്റി അഷുറൻസ് അല്ലേ, അതിനൊക്കെ ഹെൽപ്പ് ചെയ്യും ഈ ഒരു പെയർ പ്രോഗ്രാമിംഗ് ചെയ്യുകയാണെങ്കിൽ. ആൻഡ് ഇറ്റ് ഓൾസോ കീപ്സ് ദ ഡെവലപ്പേഴ്സ് ഫോക്കസ് ഓൺ ദ പ്രോബ്ലം അറ്റ് ഹാൻഡ്. ഓരോ പ്രോബ്ലം വരുമ്പോൾ അതിനെ എന്താണെന്നുള്ളത് അപ്പം തന്നെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യും ഈ ഒരു പെയർ പ്രോഗ്രാമിംഗ് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ പെയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഇവർ ഈ പെയർ പ്രോഗ്രാമിംഗ് ചെയ്തു എന്ന് വിചാരിക്കുക. സോ അങ്ങനെ പെയർ പ്രോഗ്രാമിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓരോന്നായിട്ട് അത് എന്ത് ചെയ്യും, ഇൻ്റഗ്രേറ്റ് ചെയ്യും. അതാണ് അടുത്ത സ്റ്റെപ്പിൽ വരുന്നത്. സോ അത് നോക്കാം. ആസ് പെയർ പ്രോഗ്രാമേഴ്സ് കംപ്ലീറ്റ് ദെയർ വർക്ക്, ദ കോഡ് ദേ ഡെവലപ്ഡ് ഈസ് ഇൻറ്റഗ്രേറ്റഡ് വിത്ത് ദ വർക്ക് ഓഫ് അതേഴ്സ്. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ ചെയ്ത വർക്കും ബാക്കിയുള്ളവർ ചെയ്ത വർക്കായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യും. In some cases, this is performed on a daily basis by an integration team. അപ്പോൾ ചില കേസിൽ ഈ ഇൻ്റഗ്രേഷൻ എന്താ, ഡെയിലി ബേസിസ് ഓരോന്ന് ചെയ്യുന്നതിനനുസരിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യാണ് ചെയ്യുക, ഓൺ എ ഡെയിലി ബേസിസിൽ അത് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഇൻ അതർ കേസസ് ദ പെയർ പ്രോഗ്രാമേഴ്സ് ഹാവ് ഇൻ്റഗ്രേഷൻ റെസ്പോൺസിബിലിറ്റി. ഇത് ചിലതിൽ എന്താണ്, ഈ ഇൻ്റഗ്രേഷൻ ടീം തന്നെ ഉണ്ടാവും. ഈ ഇൻ്റഗ്രേഷൻ ടീം ഓൺ എ ഡെയിലി ബേസിസ് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാണ് ചെയ്യുക. അല്ലാത്ത കേസിൽ എന്താ ചെയ്യുന്നത്, പെയർ പ്രോഗ്രാമേഴ്സ് തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇൻ്റഗ്രേഷനും ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ദിസ് കണ്ടിന്യൂസ് ഇൻ്റഗ്രേഷൻ സ്ട്രാറ്റജി ഹെൽപ്സ് ടു അവോയ്ഡ് കോമ്പാറ്റബിലിറ്റി ആൻഡ് ഇൻ്റർഫേസിംഗ് പ്രോബ്ലംസ് ആൻഡ് പ്രൊവൈഡ്സ് എ സ്മോക്ക് ടെസ്റ്റിംഗ് എൻവയോൺമെൻറ്റ് ദാറ്റ് ഹെൽപ്സ് ടു അൺകവർ എറേഴ്സ് ഏർലി. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ, അതായത് ചെയ്യുന്നതിനനുസരിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അല്ലേ, അല്ലാണ്ട് നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞ് അവസാനമല്ല ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, ഇത് ഓരോന്നും ചെയ്യുന്നതിനനുസരിച്ച് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ളൊരു അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് അവോയ്ഡ്സ് കോമ്പാറ്റബിലിറ്റി ആൻഡ് ഇൻ്റർഫേസിങ് പ്രോബ്ലംസ് അല്ലേ. കോമ്പാറ്റബിലിറ്റി പ്രോബ്ലം അല്ലെങ്കിൽ ഇൻ്റർഫേസിങ് പ്രോബ്ലം ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാവും. അതുപോലെ തന്നെ ഇറ്റ് പ്രൊവൈഡ്സ് എ സ്മോക്ക് ടെസ്റ്റിംഗ് എൻവയോൺമെൻറ്റ് ദാറ്റ് ഹെൽപ്സ് ടു അൺകവർ എറേഴ്സ് ഏർലി. എന്തെങ്കിലും എറേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് എറേഴ്സ് വരാൻ ചാൻസ് ഉണ്ട് അല്ലേ. സോ അങ്ങനെ എന്തെങ്കിലും എറേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ ആദ്യം തന്നെ അതിനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും പോസിബിളാണ്. അപ്പോൾ അതാണ് ഈ ഒരു കണ്ടിന്യൂസ് ഇൻ്റഗ്രേഷനെ കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കോഡിംഗ് ഫേസ്. ക്ലിയർ? നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ദി ലാസ്റ്റ് ഫേസ്, ദാറ്റ് ഇസ് ദി ടെസ്റ്റിംഗ് ഫേസ്. The unit tests that are created should be implemented using a framework that enables them to be automated. അപ്പോൾ നമ്മൾ എന്താണ്, യൂണിറ്റ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊക്കെ എന്താ ചെയ്യുന്നത്, അതിനൊക്കെ നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഈ യൂണിറ്റ് ടെസ്റ്റ് ചെയ്ത സാധനങ്ങളൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്രെയിം വർക്ക് നമ്മളവിടെ യൂസ് ചെയ്യും. ആൻഡ് ദിസ് എൻകറേജസ് എ റിഗ്രഷൻ ടെസ്റ്റിംഗ് സ്ട്രാറ്റജി
ഓക്കെ, വെൻ എവർ കോഡ് ഇസ് മോഡിഫൈഡ്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ എന്താണ് മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോഡ് അതിലേക്ക് ആഡ് ചെയ്യുന്നതിന് അനുസരിച്ചിട്ട് റിഗ്രഷൻ ടെസ്റ്റിംഗ് നടത്തും അല്ലേ. ഈ ഓരോ ടെസ്റ്റിങ്ങും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ജസ്റ്റ് ഞാൻ ടേംസ് മാത്രമേ ഇപ്പോൾ പറയണമെന്നേ ഉള്ളൂ. റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കോഡിലേക്ക് വീണ്ടും വീണ്ടും മോഡിഫിക്കേഷൻ ഓൾറെഡി ഉള്ള സാധനത്തിന് മുകളിൽ ഓൾറെഡി ടെസ്റ്റ് ചെയ്ത് വെച്ചതിന് മുകളിൽ വീണ്ടും മോഡിഫിക്കേഷൻ വരുത്തുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ റിഗ്രഷൻ ടെസ്റ്റിംഗ് ഇവിടെ എൻകറേജ് ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് എന്താ ചെയ്യുന്നത്, ഓൺ എ ഡെയിലി ബേസിസ് ആണെങ്കിൽ ഇതിങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കല്ലേ അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം അതെന്താ ചെയ്യുന്നത്, വീണ്ടും വീണ്ടും മോഡിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അവിടെ റിഗ്രഷൻ ടെസ്റ്റിങ്ങും ഇവിടെ എൻകറേജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആസ് എ ഇൻഡിവിജ്വൽ യൂണിറ്റ് ടെസ്റ്റ് ആർ ഓർഗനൈസ്ഡ് ഇൻടു യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് സ്യൂട്ട്, integration and validation testing of the system can occur on a daily basis. അപ്പോൾ ഈ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ഒക്കെ നമ്മൾ ഒരു പെർട്ടിക്കുലർ ടെസ്റ്റിംഗ് സ്യൂട്ടിലേക്കാണ് ഇടുന്നതെങ്കിൽ നമ്മൾ ഓരോന്നും ചെയ്യുന്നുണ്ടല്ലോ. ഓരോ അതായത് ഡെവലപ്മെൻറ്റ് ടീം ഓരോ സ്റ്റോറീസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ചെയ്യുക. അപ്പോൾ ആ ഡെവലപ്പ് ചെയ്യുന്നതൊക്കെ ഈ ഒരു ടെസ്റ്റിംഗ് സ്യൂട്ടിലേക്ക്, യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് സ്യൂട്ടിലേക്ക് ഇടുകയാണെങ്കിൽ അവിടെ തന്നെ എന്തൊക്കെ ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട്, ഇൻ്റഗ്രേഷൻ ടെസ്റ്റിങ്ങും വാലിഡേഷൻ ടെസ്റ്റിങ്ങും ഒക്കെ അവിടെ ഡെയിലി ബേസിസിൽ തന്നെ ഓക്കർ ചെയ്യും ഇതിൻ്റെ മുകളിൽ. ആൻഡ് ദിസ് പ്രൊവൈഡ്സ് ദ എക്സ്പി ടീം വിത്ത് എ കണ്ടിന്യൂൽ ഇൻഡിക്കേഷൻ ഓഫ് പ്രോഗ്രസ് ആൻഡ് ഓൾസോ ക്യാൻ റേസ് വാർണിംഗ് ഫ്ലാഗ്സ് ഏർലി ഇഫ് തിങ്സ് ഗോ അവേ. അപ്പോൾ എന്താണ്, അപ്പോൾ എന്തെങ്കിലും എറേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ലാസ്റ്റിലേക്ക് ആവാൻ കാത്തിക്കുന്നില്ല. കാരണം ഓൺ എ ഡെയിലി ബേസിസ് ആണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അല്ലേ. ചെയ്ത സാധനം ഈ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. സാധാരണ നമ്മൾ പഠിച്ചത് എന്താണ്, നമ്മൾ അല്ലാത്ത മോഡൽസൊക്കെ നമ്മളെ നോർമൽ പ്രിസ്ക്രിപ്റ്റീവ് മോഡൽസിലൊക്കെ നമ്മൾ വൺസ് കംപ്ലീറ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അടുത്ത ഫേസിലേക്ക് പോകുള്ളൂ. ദാറ്റ് ഇസ് ദി ടെസ്റ്റിംഗ് ഫേസ്. അവിടെ നമ്മൾ മൊത്തം എറേഴ്സ് ഇങ്ങനെ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ എന്താണ്, നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട് അതെന്താ ഡെയിലി അത് ഈ ഒരു യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് സ്യൂട്ടിലേക്ക് ആഡ് ചെയ്യാണ്. അവിടെ തന്നെ എന്താ ചെയ്യുന്നത്, അപ്പം തന്നെ അല്ലെങ്കിൽ ഓൺ എ ഡെയിലി ബേസിസ് അവിടെ ഇൻ്റഗ്രേഷൻ ടെസ്റ്റിങ്ങും വാലിഡേഷൻ ടെസ്റ്റിങ്ങും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ എറേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ ഏർലിയസ്റ്റ് ആയിട്ട് തന്നെ അതിനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും. ഓക്കെ. XP acceptance test, also called customer test, are specified by the customers and focuses on overall system features and functionalities that are visible and reviewable by the customer. പിന്നെ വരുന്ന ഇവിടുത്തെ ഒരു ടെസ്റ്റിംഗ് ആണ് ആക്സെപ്റ്റൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ ആക്സെപ്റ്റൻസ് ടെസ്റ്റ് എന്താ ചെയ്യുന്നത്, കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് ആണ് ആക്സെപ്റ്റൻസ് ടെസ്റ്റ്. അതിലെന്താ ഉണ്ടാവുക, കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ഒക്കെ നമ്മുടെ സിസ്റ്റത്തിനുണ്ടോ, അവർ പറഞ്ഞ ഫീച്ചേഴ്സൊക്കെ നമ്മളതിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഈ ഒരു ആക്സെപ്റ്റൻസ് ടെസ്റ്റിൽ ചെക്ക് ചെയ്യുന്നത്. ആൻഡ് ആക്സെപ്റ്റൻസ് ടെസ്റ്റ് ആർ ഡിറൈവ്ഡ് ഫ്രം യൂസർ സ്റ്റോറീസ് ദാറ്റ് ഹാവ് ബീൻ ഇംപ്ലിമെൻറ്റഡ് ആസ് പാർട്ട് ഓഫ് സോഫ്റ്റ്വെയർ റിലീസ് അല്ലേ. കാരണം യൂസർ സ്റ്റോറീസിലാണ് എന്തുള്ളത്, നമ്മുടെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് അല്ലേ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ യൂസർ സ്റ്റോറീസിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ആക്സെപ്റ്റൻസ് ടെസ്റ്റ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യുന്ന കുറച്ച് ടെസ്റ്റുകളിൽ വരുന്നതാണ് യൂണിറ്റ് ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട്, ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് നടത്തുന്നുണ്ട്, വാലിഡേഷൻ ടെസ്റ്റിംഗ് നടത്തുന്നുണ്ട്, റിഗ്രഷൻ ടെസ്റ്റിംഗ് നടത്തുന്നുണ്ട്, അതുപോലെ തന്നെ ആക്സെപ്റ്റൻസ് ടെസ്റ്റിങ്ങും നടത്തുന്നുണ്ട്. ക്ലിയർ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ XP പ്രോഗ്രാം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. ആൻഡ് ദിസ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് അജൈൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് മോഡൽ. ക്ലിയർ? ഓക്കെ, താങ്ക് യു.